ക്രഷ് രചന നീലാംബരി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. എങ്കിലും ഇതൊന്നും അത്ര ശരിയായില്ല. എല്ലാവർക്കും അറിയായിരുന്നു അല്ലേ? സ്വപ്നം കണ്ടും പ്രണയിച്ചൊക്കെ എൻ്റെ അഞ്ജലിയ. അവളുടെ മുഖം കണ്ട നിങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ വലിയ സിനിമാ നടിയൊക്കെ തന്നെ അവളും. പക്ഷെ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങിയിട്ടെന്ന് അറിയവള്. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടാണ് രേവതി അഞ്ജലിയെ പിടിച്ച് മുന്നിലേക്ക് നിർത്തുമ്പോൾ ദേവിക പകപ്പോടെ ഏകയെ തന്നെ നോക്കി നിന്നു. ഏകയും ആകെ ഉലഞ്ഞു നിൽക്കുകയാണ്. വൈര്യം തന്നെ സ്നേഹിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്ന് കേട്ട നിമിഷം മുതൽ അവൾ പകച്ചുപോയിരുന്നു. ആരുടെയും മുഖത്ത് നോക്കാൻ കഴിയാതെ അവളുടെ മുഖം കുനിഞ്ഞുപോയി. രുദ്രദേവിന്റെ തോളിൽ താങ്ങി പിടിച്ചിരുന്ന ജാനകി തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു. പെൺപടകളെല്ലാം കണ്ണു തള്ളി നിൽപ്പാണ്. അവരുടെ നോട്ടം മുഴുവൻ ഏകയിലേക്ക് തിരിഞ്ഞു. ആ സമയത്ത് അവളെ പച്ചക്ക് കൊളുത്താനുള്ള കലിപ്പായിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത്. ഒന്ന് ഉറക്കിയാലൊരു രംഗം ശാന്തമാക്കണമെന്നുണ്ടായിരുന്നു രുദ്രദേവിന്. പക്ഷേ അതിന് കഴിയാത്ത പോലെ. കുടുംബത്തിലുള്ളവരെ കുറ്റം പറയാൻ കഴിയില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ആട്ടിപ്പുറത്താക്കാനും കഴിയില്ല. അത്രമേൽ അവളോട് തങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സമയം തരാതെ രേവതിയും ദേവനും ഏകയെ ചൂണ്ടി ശബ്ദമുയർത്തിയത് മുതൽ താൻ നിശബ്ദനാണ്. അഞ്ജലിയെ മുൻനിർത്തി രേവതി തകർത്ത് അഭിനയിക്കുമ്പോൾ പ്രീത മധുവിനെയും പത്മരാജഗോപാലിനെയും ഫോൺ ചെയ്തു. ഇരുവരും മാൻഷനിൽ എത്തിയിരുന്നില്ല. ഈ സമയം പവിത്ര വർഷയെ പിടിച്ച് എല്ലാവരെയും മുന്നിലേക്ക് നിർത്തി. രേവതി എന്താ പറഞ്ഞ്? അഞ്ജലിക്ക് വിച്ചുവിനോട് പ്രേമാണെന്നോ? അപ്പൊ എന്റെ മോളോ? അച്ഛനില്ലാത്ത വളർന്ന കൊച്ചാവള്. വേണുവേട്ടൻ പോയേ പിന്നെ രുദ്രേട്ടൻ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട അവള് വളർന്ന്. അന്ന് മുതൽ അവളുടെ മനസ്സിൽ കയറി കൂടിയതാ വിച്ചു. ഈ വീട് വിട്ട് മറ്റൊരു വീട്ടിൽ കെട്ടിക്കയറിച്ചെന്ന ജീവിതത്തിനെ കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പവിത്ര മൂക്ക് വിഴിഞ്ഞ് കരയുകയാണ്. ഒപ്പം വർഷയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ആണോ? അമ്മാവിനെ അച്ഛനെ പോലെ കണ്ടെങ്കിലേ അമ്മാവിന്റെ മോനെയും സ്വന്തം ഏട്ടനെ പോലെ കാണുന്നതാ നല്ലത്. മേനുവേട്ടൻ ജീവിച്ചിരിപ്പില്ലെന്നോർത്ത് പവിത്രയിച്ച് വിഷമിക്കേണ്ട. ഞങ്ങൾ എല്ലാവരും ചേർന്നൊരു കുറവും കൂടാ വർഷയെ കെട്ടിച്ചു വിട്ടോളാം. മകൾ പ്രിയയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രീത ഉറക്കെ പറഞ്ഞു. പവിത്രയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. ഇത്രയും നേരം ഏകയിൽ മാത്രം മിഴിൽ നട്ടിരുന്ന രാധിക ഒടുവിൽ അമ്മയെ നോക്കി. പഴം വിഴുങ്ങിയതുപോലെ ഒന്നും മിണ്ടാ നിൽക്കുകയാണ് പത്മ. അമ്മയെ കൊണ്ട് ഇനിയൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലായതോടെ രംഗത്തിറങ്ങേണ്ടത് താനാണെന്ന് രാധിക തീരുമാനിച്ചു. കരഞ്ഞു മെഴുകിയാൽ ഇനി വല്ലതും നടക്കൂ. അമ്മേ, വല്ലതൊന്ന് വാ തുറന്ന് പറ. കെഞ്ചും പോലെ രാധിക പറഞ്ഞു. ഫോണിലേക്കൊന്ന് നോക്കി പത്മ. നിക്ക് പെണ്ണേ, രാജുവേട്ടൻ ഇപ്പൊ വരും. എന്തോ ആവശ്യത്തിന് ഇന്നലെ തിരുവനന്തപുരം വരെ പോയതാ. ഇവിടെ എത്താറായിട്ടുണ്ട്. അങ്ങേര് നോയിക്കോളും എല്ലാം. അപ്പോഴേക്കും ഒരു കാറിന്റെ ഇരമ്പൽ ശബ്ദം കേട്ടിരുന്നു പുറത്ത്. ആ നിമിഷം തന്നെ മധുവും രാജഗോപാലകത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു. വന്നപാടെ ഇരുവരും ദൃഷ്ടി വായിച്ചതും മുഖം കുനിച്ച് നിൽക്കുന്ന ഏകയിലേക്ക് തന്നെയായിരുന്നു. തങ്ങളൊന്ന് കാണാൻ കൊതിച്ച മുഖമാണ് മുന്നിൽ നിൽക്കുന്നത്. കണ്ണ മാത്രയിൽ തന്നെ കണ്ണുമിഴിഞ്ഞു രണ്ടുപേരുടെയും. ഈ സുന്ദരി പെണ്ണാണോ മെയ് വഴക്കുള്ള ജാൻസി റാണി? വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. വർഷങ്ങൾക്ക് മുമ്പേ ഇവളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതാ. അന്നൊന്നും ഇവളെ നേരിൽ കാണുന്ന തങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ സകല പ്ലാനിങ് തകർത്ത് അതേ പെൺകുട്ടി തന്നെയാണ് അറിഞ്ഞു കൊന്നുകളയാനുള്ള ദേഷ്യം ഉള്ളിൽ തോന്നിയതാ. ഇവള് പിന്നെ വൈരിൻ്റെ അടുത്തെത്തിയെന്നും ഇപ്പോൾ അവൻ്റെ പ്രണയിനിയാണ് ഇവളെന്നും ഇന്നലെയാണ് മനസ്സിലാക്കുന്നത്. രുദ്രദേവിൻ്റെ രക്ഷകയും വൈരിൻ്റെ പ്രണയി എല്ലാം ഒരുവളാണെന്ന വിവരവും ആദ്യം അറിഞ്ഞത് തങ്ങൾ തന്നെയായിരുന്നു. രുദ്രദേവ് തന്നെ ഇവളെ തേടി കണ്ടെത്തുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഇവൾ അന്വേഷിച്ച് ഇറങ്ങിത്തിരിക്കാഞ്ഞതും പകരം രാജലക്ഷ്മിയുടെ മകളെ തേടിപ്പോയതും. ആ പ്രശ്നം സോൾവ് ചെയ്തപ്പോൾ ഒരു ബോണസ് പോലെ വന്ന് മുന്നിൽ നിൽക്കുവായി പെണ്ണ്. ഗൂഢമായൊരു ചിരിയോടെ രാജഗോപാലും മധുവും മുഖത്തോട് മുഖം നോക്കി. ഏകയുടെ നോട്ടവും ഒരു വേള തന്നെ നോക്കി പതുങ്ങിച്ചിരിക്കുന്ന പുതിയ അതിഥികളുടെ മേൽ പതിഞ്ഞു നിന്നു. വലിയ കുടുംബം, കാണാനും അറിയാനും ഇനിയും കാണും ഒരുപാട് പേര്. രാജ, നമുക്കൊന്ന് സൈലന്റ് ആയാലോ? പതിയെ ദേവനെതിരേക്ക് വലിച്ചിടാം. എന്നിട്ട് ചെന്നായ പോലെ നമുക്ക് ചോരൊടിക്കാൻ പാത്തിന് മാറി നിൽക്കും. മധു രഹസ്യമായി മൊഴിഞ്ഞു. അതാണല്ലോ ശീലം. അതെ, അതാ നല്ലത്. ഇപ്പോഴേ ഇവിടെ നാവുകൊണ്ട് വലിച്ചു കയറിയ പിന്നീട് ഇവിടെ കൊന്ന പഴി നമ്മുടെ തലിച്ചാര എളുപ്പാവും. അതുകൊണ്ട് നമുക്ക് കണ്ണീർ സീരിയൽ മതി. ഭാര്യമാരുടെ സാരി തുമ്പി തൂങ്ങി രുദ്രദേവ് ഓർമ്മയുടെ വിശ്വസ്തരായി തന്നെ തുടരാം. വൈരിന് ആര് കിട്ടിയാലും അവരെ നമ്മൾ തട്ടും. പിന്നെന്തിനാ പേടിക്കുന്നേ, അല്ലേ? മധു പറഞ്ഞതിന് രാജഗോപാൽ കൂടി മറുപടി നൽകിയതും ഒരിക്കൽ കൂടി ഇരുവരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. എന്തോ മനസ്സിൽ ഉറപ്പിച്ച പോലെ രാജഗോപാൽ അകത്തേക്ക് നടന്നു. ദേവാ, നിന്റെ അറിവോടെ ആയിരിക്കും അല്ലേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക. എന്നിട്ട് രുദ്രനെയും പെൺകുട്ടിയെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നീയും നിന്റെ മകളും ദേവികയൊക്കെ ആയിരുന്നല്ലോ വൈരിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം നിന്റെ മകൾ തന്നെയല്ലേ ഇതിനൊക്കെയും വളം വെച്ചു കൊടുത്തു. പണിഷ്മെന്റ് കൊടുക്കലും പ്രതികാരം വീട്ടിലുമായിട്ട് പിള്ളേരെ തമ്മിലെടുക്കാൻ വിട്ടുകൊടുത്ത് നിന്റെ മകൾ അഞ്ജലി തന്നെയല്ലേ. പിന്നെ പ്രേമം തോന്നിയെന്ന് പറഞ്ഞ് പിള്ളേരെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാ വേണ്ടത്. അത്രയും ശാന്തനായിരുന്നു രാജഗോപാൽ. എന്നാൽ ആ ശാന്തക്ക് നേർവിപരീതമായിരുന്നു ദേവന്റെ പ്രതികരണം.
കത്തിയാളുന്ന ദേഷ്യത്തോടെ അയാൾ രാജഗോപാലിന് നേരെ ചീറിയെടുത്തു. സൂക്ഷിച്ച് സംസാരിക്കണം. നീയൊക്കെ എങ്ങനെയുള്ളവരാണെന്ന് എനിക്കറിയാം. ഇപ്പൊ വന്ന് സമാധാനത്തോടെ സംസാരിക്കുന്നു കരുതി നിന്നെയൊക്കെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതണ്ട. എന്താ അറിഞ്ഞിട്ടാണോ നീയൊക്കെ പഴയന്റെ പണം മാത്രം തലയിൽ കിട്ടുന്നത്? ഇവിടെ ആരാണെന്ന് എനിക്കറിയോ? അതോ അറിയില്ലാന്ന് അടിക്കുന്നോ? വർമ്മ കുടുംബത്തിനോട് വൈരാഗ്യമുള്ളവര് ഈ കുടുംബത്തിനകത്ത് തന്നെയുണ്ട്. അവറ്റകളുടെ ഇറക്കുമതിയാണോ ഇവളെന്ന് ആര് കണ്ടു? പറഞ്ഞ ശേഷം ദേവൻ അയാൾക്ക് നേരെ തിരിഞ്ഞു. നിന്നെ അന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്ന രുദ്രേട്ടാ, ഇവളാള് ചില്ലറക്കാരിയല്ല. ബാംഗ്ലൂർ നഗരത്തിലെ ഏതോ വലിയ ഗുണ്ടാ നേതാവിന്റെ കീപ്പാ ഇവളുടെ ലക്ഷ്യം നമ്മുടെ വൈരിനായിരുന്നു. ആ ലക്ഷ്യത്തിലെത്താൻ ഇവള് തന്നെയാവും കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ ഓരോരുത്തരായിട്ട് ആക്രമിച്ച്. എന്നിട്ട് രക്ഷക ചമഞ്ഞ് ഓരോയിടത്ത് എത്തി ബോഡി ഗാർഡായിട്ട് തകർത്ത് അഭിനയിച്ചു. പോലീസിനെ വിളിക്കും രുദ്രേട്ടാ. അവര് ചോദിക്കേണ്ട പോലെ ചോദിച്ചാ താത്ത പറയുമ്പോൾ ഇവിടെ ഓരോന്നും പറയും. ഇല്ലേ വേണ്ട, എനിക്കൊരു 10 മിനിറ്റ് തേച്ചവളെ തന്നാ മതി, ഞാൻ പറയിപ്പിക്കാം അവളെ കൊണ്ട്. പറഞ്ഞുകൊണ്ട് ദേവനെ അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഏകയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വാതിലിന് നേർക്കെറിഞ്ഞു. പെട്ടെന്നുണ്ടായ ആക്രമണമായിരുന്നുകൊണ്ടും കണ്ടതും കേട്ടതുമെല്ലാം ചേർന്ന് മനസ്സേർന്ന അവസ്ഥയിലായിരുന്നുകൊണ്ടും ഒന്ന് പ്രതികരിക്കാൻ പോലും ഏകയ്ക്ക് കഴിഞ്ഞില്ല. ആൾ തെറിച്ച് നീങ്ങുന്നതും പകപ്പോടെ രുദ്രതയെ അവൾക്ക് നേരെ കൈനീട്ടി. ആ നിമിഷം അവിടെ നിന്നിരുന്ന എല്ലാവരും ഒരുപോലെ ഞെട്ടി. പക്ഷേ അതിനു മുമ്പേ തന്നെ ഏക ഉറപ്പുള്ള എന്തിലോ ചെന്നിടിച്ച് നിന്നിരുന്നു. മെല്ലെ മുഖമുയർത്തി അവൾ നോക്കിയതും തൊട്ടു മുന്നിൽ കണ്ടത് തന്നെ നോക്കാതെ മുന്നിലേക്ക് മിഴികൾ ഉറപ്പിച്ചു നിൽക്കുന്ന ആ കറുത്ത കണ്ണുകളെയായിരുന്നു. അവിടെ കൂടിയുന്ന ഓരോരുത്തരും ആ കാഴ്ച നോക്കി നിശ്ചലരായി. കൈകൾ രണ്ടും പുറകിൽ കെട്ടി വിരിഞ്ഞ നെഞ്ചുകൊണ്ട് മാത്രം ഏകയെ താങ്ങി നിർത്തി മുന്നിലുള്ളവരെ തറപ്പിച്ച് നോക്കി നിൽക്കുകയായിരുന്നു വൈര്യൻ രുദ്രദേവ് വർമ്മ. മുഖമുയർത്തി നോക്കി ഒന്നേ കണ്ടുള്ളൂ. അപ്പോഴേക്ക് ഏക തന്റെ മിഴികൾ മുറുക്കി അടച്ചു കളഞ്ഞു. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു ധാരണയുമില്ല. ഒരു പ്രശ്നം നേരിടുമ്പോൾ വികാരക്ഷോഭത്തോടെ വൈര്യൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. തന്റെ തന്നെ നേർക്ക് എത്ര തവണയാണ് കൈ ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ മുന്നിൽ നിൽക്കുന്നത് വൈര്യൻ രുദ്രദേവ് വർമ്മയുടെ സ്വന്തം ഫാമിലിയാണ്. താനും വൈര്യനും പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്കുന്നതിൻ്റെതായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറിയതിന് കാരണം. വൈര്യന്റെ അച്ഛനാണ് രുദ്രദേവ് വർമ്മ എന്ന സത്യം നേരത്തെ താൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ വീട്ടിൽ വെച്ചൊരു കൂടിക്കാഴ്ച തങ്ങൾക്കിടയിൽ ഉണ്ടാവുമായിരുന്നില്ല. നിന്നെക്കുറിച്ച് എന്റെ വീട്ടിലുള്ളവർക്കെല്ലാം അറിയാമെന്ന കാര്യം വൈര്യൻ തന്നോട് പറഞ്ഞിരുന്നില്ല. രുദ്രദേവ് എന്ന മനുഷ്യനെ ബാംഗ്ലൂർ വെച്ച് സാഹസികമായി താൻ രക്ഷിച്ചുവെന്നും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ജോലി തേടി പോവുകയാണെന്ന് താനും പറയാൻ ശ്രമിച്ചില്ല. ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയുമ്പോഴും പിന്നീട് അതിനെ ചൊല്ലി വഴക്കിടുമ്പോഴും പരസ്പരം ഈഗോ മാറ്റിവെച്ച് മനസ്സ് തുറക്കണമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി തുടരാൻ വിളിച്ചതുമാണ്. എന്തിനു പറയുന്നു, എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണവും താൻ തന്നെയാണ്, താൻ ഒരുത്തി മാത്രം. പതിഞ്ഞ സ്വരത്തിൽ അത്രമേൽ ആർദ്രമായി ചോദിക്കുകയാണ് അവൻ. കണ്ണുകൾ മുറുക്കി അടച്ച് ഓർമ്മകൾ ചുളിയിച്ച മുഖവുമായി നിന്ന് ഏകെ കണ്ടിട്ട് അവന് ചോദിക്കാൻ തോന്നിയത് അതാണ്, ആൾക്ക് വേദനിച്ചോ എന്ന്. കൈക്ക് പിടിച്ച് ഒരാൾ മുന്നിലേക്ക് തള്ളുമ്പോൾ അനുഭവപ്പെട്ട അസ്വസ്ഥതയേക്കാൾ വലുതായിരുന്നു അവളുടെ ഹൃദയത്തിനേറ്റ മുറിവ്. കണ്ണുകൾ വലിച്ചു തുറന്ന് ആൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഹിമചിമാൻ മറന്നു നിൽക്കുന്നവന് അപ്പോഴൊരു തരം ഗൗരവഭാവം തന്നെയാണ്. ചോദിച്ചത് കേട്ടില്ലേ നീ? നിനക്ക് വേദനിച്ചോന്ന്? യാന്ത്രികമായി തലയാട്ടാൻ മാത്രമേ അവൾക്ക് അന്നേരം സാധിച്ചുള്ളൂ. വേദനിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇവള് സത്യം തുറന്ന് പറയാത്തിടത്തോളം പറയുന്നവരെയും ചിലപ്പോൾ ഞാൻ വേദനിപ്പിച്ചെന്ന് ഇരിക്കും. വൈര്യന്റെ മുഖത്ത് നോക്കി ദേവൻ ശബ്ദമുയർത്തുമ്പോൾ എല്ലാവരും നോക്കിയ രുദ്രദേവ് വർമ്മയുടെ മുഖത്തേക്കായിരുന്നു. ഇതുപോലൊരവസ്ഥ മുമ്പൊരിക്കലും ഈ മാൻഷനിൽ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, അബദ്ധത്തിൽ പോലും രുദ്രദേവിന്റെ മുമ്പിൽ വെച്ച് സ്വന്തം മക്കളോട് പോലും ആരും ഒച്ചയെടുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെന്നൊരു പക്ഷേ ദേവൻ മറന്നുപോയിരിക്കണം. ഏകയെ ഒരു ക്രിമിനലായി ചിത്രീകരിച്ചതിനുമേലുള്ള തന്റെ പ്രകടനത്തിന് മുമ്പിൽ ചോദ്യം ചെയ്യാൻ ആരും വരില്ലെന്നയാൾ വെറുതെ ആശിച്ചു. വൈര്യന്റെ അടുക്കൽ നിന്ന് 2 അടി പിന്നിലേക്ക് മാറി ദേവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഏക. എന്തോ പറയാനായി അവൾ വാ തുറന്നു. ദേവനങ്കിളിന് വേദനിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? പുറകിൽ വീണ്ടും ഉറപ്പുള്ള അവന്റെ സ്വരം അല്പം ഉയർന്നു. രുദ്രദേവിന്റെ മുഖത്ത് മിഴിനട്ടിന്നവർ ഒരിക്കൽ കൂടി വയലിലേക്ക് തിരിഞ്ഞു. പറ, തോന്നുന്നുണ്ടോ വേദനിപ്പിക്കാൻ? ഉണ്ടെങ്കിൽ പറയണം, അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്റേതെന്ന് കരുതുന്നതിന്റെ നേർക്ക് ആരെങ്കിലും കൈ ഉയർത്തിയാ നിങ്ങളുടേതെന്ന് കരുതുന്നതിനൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടാണോ അത് ചെയ്യേണ്ടത്? ഇല്ലേ? വല്ലാണ്ട് വേദനിപ്പിക്കാൻ ഈ വൈര്യൻ രുദ്രദേവ് വർമ്മക്ക് അങ്ങ് തോന്നും. വൈര്യൻ, നീ ഇതിൽ ഇടപെടണ്ട. ഏക, എനിക്ക് നിന്നോട് സംസാരിക്കണം. എന്റെ കൂടെ വാ. വൈര്യനെ കൈ ഉയർത്തി തടഞ്ഞ ശേഷം ഏകയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവളോടായി രുദ്രദേവ് പറയുമ്പോൾ ഇനി അവൾക്ക് ഈ മാൻഷനിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലെന്ന് ഉറപ്പോടെ തീരുമാനമെടുത്തിരുന്ന രുദ്രദേവ് വർമ്മ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടക്കാനഞ്ഞോട് വലതു കൈയിൽ അടക്കി പിടിച്ചുകൊണ്ട് പുറകിലേക്ക് വലിച്ചു വൈര്യൻ.
എന്റെ ജീവിതത്തിൽ നിന്നും പടിയിറക്കി വിടാനുള്ള ഉപദേശമാണ് ഇവൾക്ക് കൊടുക്കാനുള്ളതെങ്കിൽ അത് രഹസ്യമായി വേണ്ട, എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. അച്ഛൻ പറയുന്നത് എന്തും അനുസരിക്കും ഞാൻ. ഒപ്പം പടിയിറങ്ങിപ്പോകുന്നത് ഞാനും കൂടി ആയിരിക്കുമെന്ന് മാത്രം. വിച്ചു, ആരോടാണ് നീ തറുതല പറയുന്നേ? അത്രയ്ക്ക് വളർന്നു നീ? അതും ആർക്കോ വേണ്ടി? ഇനിയും കേൾക്കാൻ കഴിയാത്ത പോലെ ഒരു വാശി ദേവികയുടെ സ്വരത്തിലുണ്ടായിരുന്നു. അന്നേരം മുന്നിൽ നിൽക്കുന്നവൾ ഒരു സമയം ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ടൊക്കെ അവർ മറന്നിരുന്നു. ഇപ്പൊ ദേവികയുടെ മനസ്സിൽ എന്നാൽ തന്റെ മകനെ തട്ടിയെടുക്കാൻ വന്ന വഞ്ചകിയാണ്. ദേവിക, നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. എന്റെ മുന്നിൽ വെച്ച് വാക്കുകൾ ഉപയോഗിക്കുമ്പോ അത് സൂക്ഷിച്ചു വേണം. അത് ദേവികയോട് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവിടെ കൂടി നിൽക്കുന്ന ഓരോരുത്തരോടാ. ഒരിക്കൽ കൂടി രുദ്രദേവർമ്മയുടെ സ്വരം കടത്തുകൊണ്ട് ദേവന്റെ നേർക്ക് നോട്ടം കൂർത്തു. രാജഗോപാലും മധുവും അപ്പോഴും ചെന്നായ വേഷത്തിൽ തന്നെയായിരുന്നു. ഏത് നിമിഷവും കടിച്ചു പറിക്കാൻ തയ്യാറായി അവർ വന്യമായ ഒരു ചിരിയോടെ പുറകിൽ കൈയും കെട്ടി നിലയുറപ്പിച്ചു. ആ കാഴ്ച തന്നെ ദേവനെ ചൊടിപ്പിച്ചിരുന്നു. മനസ്സിലായി, എന്നെ ആ ഒരു രുദ്രയുടെ ഉദ്ദേശമല്ലേ? അനിയത്തിയുടെ ഭർത്താവാണേലും അളിയനായിട്ടല്ല, പ്രായത്തെ ബഹുമാനിച്ചുകൊണ്ട് ഏട്ടന്റെ സ്ഥാനത്തായ രുദ്രേട്ടനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം എവിടെയോ കിടന്ന് ഈ അഴിഞ്ഞാട്ടക്കാരുടെ മുമ്പിൽ ഞാൻ വായടക്കുന്നു. ബഹുമാനിക്കാതെ നിവൃത്തിയില്ലായിരുന്നു അയാൾക്ക്. മാൻഷൻ വിട്ടിറങ്ങിയാൽ ചിലപ്പോൾ പിച്ചെടുത്ത് ജീവിക്കേണ്ടി വരും. ബാംഗ്ലൂരുള്ള വാരിയർ സെക്യൂരിറ്റി ഗാർഡ് ഏജൻസി എന്ന സ്ഥാപനം പോലും രുദ്രദേവർമ്മയുടെ അധീനതയിലുള്ളതാണ്. തന്റെ ഭർത്താവ് ഇത്ര പെട്ടെന്ന് തോറ്റു പിന്മാറുമെന്ന് രേവതിയും കരുതിയില്ല. ഏട്ടാ, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛനില്ലാതെ വളർന്നവളാ എൻ്റെ മോള്. അവൾ ഒരുപാട് സ്വപ്നം കണ്ടതാ. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഏട്ടൻ തന്നെ എൻ്റെ വർഷം കൊണ്ട് കൈപിടിച്ച് വിശുവിനെ ഏൽപ്പിക്കുന്നു. ഞാനും എൻ്റെ മോളും ആഗ്രഹിച്ചൊരു തെറ്റാണോ? പറയട്ടെ, തെറ്റാണോ? വർഷയുടെ അമ്മ വിതുമ്പിക്കൊണ്ട് രുദ്രദേവർമ്മയുടെ അടുത്തേക്ക് വന്നു. എല്ലാം കേട്ടും കണ്ടും സോഫയിൽ തലക്ക് കൈയും കൊടുത്തുകൊണ്ടിരിക്കുന്ന ജാനകിക്ക് അടുത്തേക്ക് നടന്നു പവിത്ര. അമ്മയെന്തൊന്നും മിണ്ടാത്ത കാര്യം ഏട്ടന് ജീവൻ രക്ഷിച്ചെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ ഇപ്പൊ എല്ലാം കൂടി കേട്ടപ്പോൾ എനിക്ക് ഏതാണ്ട് സംശയമൊക്കെ തോന്നുന്നുണ്ട്. ദേവികേട്ടത്തിലെ ഏട്ടൻ പറഞ്ഞാൽ എന്തോ കഴമ്പുള്ള പോലെ. ഒരുപക്ഷെ എല്ലാം ഇവള് കരുതി കൂടി ചെയ്താണല്ലോ നമ്മുടെ വിച്ചൂട്ടിനെ പാട്ടിലാക്കാൻ. പവിത്രക്ക് വശം നിന്നുകൊണ്ട് പ്രീതയും പത്മയും ഇതേ അഭിപ്രായം തന്നെ ഉന്നയിച്ചു. അതേ ഏട്ടാ, ഞങ്ങൾക്കും സംശയമില്ലാതില്ല. അഞ്ജലി പറഞ്ഞ ബാംഗ്ലൂർ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളും അറിഞ്ഞതാ. രണ്ടും ഒരുത്തി തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ എങ്ങനെ സംശയിക്കാണ്ടിരിക്കും? പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത്. വേണമെങ്കിൽ അല്പം മര്യാദ എനിക്ക് ഏട്ടാ. എന്തൊക്കെ പറഞ്ഞാലും ഇവൾ ആരെയും കൊല്ലാൻ നോക്കിയില്ലല്ലോ. പ്ലാൻ ചെയ്ത് ട്രാപ്പിലാക്കാൻ നോക്കി, എന്നിട്ട് തക്ക സമയത്ത് വന്ന് രക്ഷിക്കുകയും ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ഒരു അവസരം കൂടി കൊടുത്തു നോക്കാം. വേണേ കുറച്ച് പണം കൊടുക്കാം. ഇനി മേലിൽ നമ്മുടെ ചെക്കൻ്റെ പുറകെ വലിയൊന്ന് മാപ്പ് ഉറപ്പിച്ചു വിടാം. ഒരു പെണ്ണായി പോയില്ലേ? മൂവരും ഓരോ തരത്തിലേക്ക് കുത്തി നോവിക്കുകയാണ്. ഇനിയും കേട്ടു നിൽക്കാൻ കഴിയാത്ത പോലെ വൈരിൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തേക്ക്. ശേഷം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോ ഓരോറ്റ ഇവിടെ വായുറക്കാൻ പാടില്ല. കൈ ചൂണ്ടി വിറച്ചുകൊണ്ട് പറയുന്നവരുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന രുദ്രദേവ് വൈരിന്റെ കവിളിൽ ആഞ്ഞു തള്ളി. ആ നിമിഷം വെല്ലുവിളിയുമായി നിന്നവരെല്ലാം ഒന്ന് രണ്ടടി പിന്നിലേക്ക് വേച്ചു പോയിരുന്നു. വാമിക ഡേവിന്റെ പിന്നിലൊളിച്ചു. ഇവിടെ നടക്കുന്ന വിവരങ്ങളെല്ലാം വൈരിനെ വിളിച്ചറിയിച്ച വാമികയായിരുന്നു. അതെങ്ങാനും അച്ഛനറിഞ്ഞാൽ തന്നെ പച്ചക്ക് കൊളുത്തെന്ന് അവൾക്കറിയാം. ഏകക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാം താൻ കാരണമാണെന്ന തോന്നൽ അവളെ തളർത്തി. താൻ കാരണം ഒരു കുടുംബത്തിന്റെ ക്രമസമാധാന നിലാകെ താളം തെറ്റുകയാണെന്ന ബോധം വന്ന നിമിഷം മനസ്സിൽ കണക്കൂട്ടാൻ തുടങ്ങിയിരുന്നവൾ മുഷ്ടികൾ ചുരുട്ടി പിടിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച ദേഷ്യം കടിച്ചമർത്തി നിൽക്കുന്ന വൈരിന്റെ മുന്നിലേക്ക് കയറി നിന്ന് രുദ്രദേവ്. നിർത്തടാ നിന്റെ പ്രസംഗം. അങ്ങനെ എല്ലാം നിന്റെ തോന്നിയാസന് വിടാനായിരുന്നെങ്കിൽ ചെല്ലും ചെലവും തന്ന് നിന്നെ വളർത്തേണ്ട കാര്യമില്ലായിരുന്നു എനിക്ക്. എന്റെ ഇഷ്ടത്തിനാണോ നീ ഇതുവരെ ജീവിച്ച്? അല്ലല്ലോ. നിന്റെ ഏതെങ്കിലും ഒരു താല്പര്യത്തിന് ഇവിടെ ആരെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോത്? ആകെ നിന്നോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുടുംബത്തിലുള്ള 4 പെൺകുട്ടികൾ ഒരാളെ വിവാഹം കഴിക്കാൻ മാത്രമാ. 4 എന്നുള്ളത് ഇപ്പൊ 5 ആയി. പക്ഷേ അത് 6 ആക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്കുമില്ല. 4, 5 ഒന്നും വേണ്ട. ഒരെണ്ണം, ഈ നിൽക്കുന്ന ഒരുവൾ മാത്രം മതി എനിക്ക്. അതിന് അച്ഛൻ ഇനി തല്ലിക്കൊന്നാലും എനിക്ക് പ്രശ്നമില്ല അച്ഛ. അതിനുള്ള അവകാശം അച്ഛന് മാത്രമേ ഉള്ളൂ. ശരിയാ, ഇതുവരെ ഈ വൈര്യം ജീവിച്ചത് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാ. അതുകൊണ്ട് ആർക്കും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. അതുപോലെ ഈ നിൽക്കുന്ന പെൺകുട്ടികളിൽ ഒരാളെ പോലും ഞാൻ പ്രണയിച്ചിട്ടില്ല. അവരോട് മോശമായി പെരുമാറിയോ പ്രത്യാശ നൽകിയോ ചെയ്തിട്ടില്ല. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. വൈരിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ നിൽക്കുന്ന ഏക തന്നെയാ. ഇവളും മാത്രമാ. അവസാന വാചകം പൂർത്തിയാക്കും മുമ്പ് വൈരിൻ ഏകയുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവളുടെ ഇരുകൈകളും കവർന്നെടുത്ത് അവന്റെ നെഞ്ചപ്പ് ഉയർത്തി പിടിച്ചു വൈരി. ഏക, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയുവാ,
അതും എന്റെ ഫാമിലിയുടെ. എനിക്ക് നിന്നെ ഇഷ്ടമാ. നിന്റെ രൂപം നേരിൽ കാണും മുന്നേ നിന്നെ സ്നേഹിച്ചവനാ ഞാൻ. അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാൻ ചെയ്യാം. ശരിയാ, ഒരിക്കൽ പെട്ടെന്ന് എന്നിലും ദൂരേക്ക് പോയപ്പോ ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലായി പോയി. പക്ഷേ അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ എനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല. കാരണം നിന്നെ ഞാൻ കണ്ടിട്ട് കൂടിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പൊ പറയുക, പണ്ടത്തെ ആ പെൺകുട്ടി നീ ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. നീ അല്ലാതെ തന്നെ എപ്പോഴും എൻ്റെ മനസ്സിൽ കയറി കൂടിപ്പോയി. ബാംഗ്ലൂരിൽ വെച്ച് ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോ നീ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ചിരുന്ന പെൺകുട്ടി നീ അല്ലെങ്കിൽ പോലും എനിക്ക് അതൊന്നും ഒരു വിഷയമായിരുന്നില്ലേക. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുക, ഞാൻ നിന്നെയാ സ്നേഹിക്കുന്നത്. ഈ ഏകെ ഒരിക്കൽ കൂടി ഞാൻ പറയുക, ഐ ലവ് യു. ഐ റിയലി ലവ് യു. ഇവിടെ ആരെയും നീ നോക്കണ്ട. ഞാനുണ്ട് നിനക്ക്. എൻ്റെ ഒപ്പം നീ സുരക്ഷിതയായിരിക്കും. വിശ്വസിക്കുക. ഏകയുടെ മിഴികൾ ചലനം മറ്റെന്ന പോലെ വരിയിൽ തറഞ്ഞു നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.